ഹലോ ഗൈസ്, വെൽക്കം ടു സീസർ ടപ്പെക്സ് ന്യൂ വീഡിയോ. നമുക്ക് കുറച്ച് പണിയുണ്ട്. ഈ ഇതുണ്ട്, രസമല്ലേ കാണാൻ. ഞാൻ ഓഫ് ക്യാമറയിൽ കുറച്ച് പണിയെടുത്താണ്. ഇതുണ്ട്, ഇവിടെ പുതിയൊരു ഈ പുതിയ അപ്ഡേറ്റിൽ വന്ന ബ്ലോക്കാണ്. രസമല്ലേ? ബ്ലോക്കല്ല, ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യണത്, പില്ലറിലൊക്കെ. നമുക്ക് ഇന്നൊരു നല്ല വലിയൊരു ട്രേഡി ഹാളിൻ്റെ ബിൽഡ് ഉണ്ടാക്കണം. ട്രേഡി ഹാളിന് പണി തുടങ്ങണം. ബിൽഡ് കംപ്ലീറ്റ് ആവുമെന്ന് അറിയില്ല. റെക്കോർഡിങ് ടൈം കുറച്ചുള്ളൂ, കുറച്ച് ബിസിയാണ്. ഇതൊക്കെ നിങ്ങൾ നേരത്തെ എപ്പിസോഡിൽ കണ്ടിട്ടുണ്ടാവില്ലേ? അവിടെയായിട്ടാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇവിടെയൊക്കെ ടെറാഫോം ചെയ്യണം. അവിടെ അയൺ ഫാം തമ്മിലുള്ള കോർഡിനേറ്റ്സ് നോക്കിയിട്ടായിരുന്നു. 100 വോക്ക് ഡിസ്റ്റൻസ് ആണ് ഒരു ബെഡിൽ നിന്ന്. നമ്മൾ വില്ലേജറിനെ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ ബെഡ് വെക്കേണ്ടി വരും. ഒരു കണക്ട് ചെയ്ത് അതിൻ്റെ ടേബിളിൽ കണക്ട് ചെയ്തിട്ടില്ലെങ്കിൽ നമുക്ക് ബെഡ് വെക്കേണ്ടി വരും. ബെഡ് വെച്ചിട്ട് പൊട്ടിച്ചാൽ അവർ കണക്ട് ചെയ്യും. അപ്പോൾ അയൺ ഫാം ബ്രേക്ക് ആവും ബെഡ് വെച്ചാൽ. കോർഡിനേറ്റ്സ് കുഴപ്പമില്ല. പിന്നെ ഹൈറ്റിലും അല്ലേ അവിടെ ആയിട്ട് ഉണ്ടാക്കുന്നത്. അവിടെ ഫാം ലാൻഡ് ഉണ്ട്. അവിടെ ആവണില്ല, വലുതായിട്ടില്ല ഒന്നും. അയൺ ഫാം എങ്ങനെ വർക്ക് ആവണമെന്ന് കാണിച്ചു തരാം. അയൺ ഫാമിന് ലൂട്ട് കാണിച്ചു തരാം കേട്ടോ. AFK നിന്നിട്ടില്ല ഞാൻ. കുറച്ചധികം പണിയുണ്ടെന്ന്. ഞാൻ നല്ല വലുതാണ് ഉദ്ദേശിക്കുന്നത്. ഒരു വില്ലേജർക്ക് നിൽക്കുന്നതിന് 4 വലിപ്പമുള്ള കമ്പാർട്ട്മെൻ്റ് ആയിട്ടാണ് ഉദ്ദേശിക്കുന്നത്. നമ്മൾ ടെറാഫോം ചെയ്തിട്ടുണ്ട്. ചെയ്ത് കഴിയാറായി. കുറച്ച് ബ്ലോക്കും കൂടിയുള്ളൂ. ഡക്ക് റോക്ക് നമ്മൾ എവിടേക്കാണ് ബ്ലോക്ക് വെച്ചാൽ എവിടെ ബ്ലോക്ക് വന്നിരുന്നുണ്ടോ? രാത്രി 3 ബ്ലോക്ക് ആയിട്ടിലേക്ക് വന്നിട്ടുണ്ട്. ഇനി ഇവിടുത്തെ പുല്ലൊക്കെ കളയണം. പില്ലർ സെറ്റ് ചെയ്യണം. പില്ലർ ആദ്യം നമുക്ക് ലേ ഔട്ട് ഇട്ടാം. കുറച്ച് ചെറിയ അത്യാവശ്യം നല്ല വലുതായിട്ട് ഉണ്ടാക്കണേ. എത്ര വില്ലേജസ് ഉണ്ടാകും മാക്സിമം ഞാൻ അതിൽ വെക്കാൻ നോക്കും. മാക്സിമം കൊള്ളും അങ്ങനത്തെ രീതിക്ക് ഉണ്ടാക്കാൻ. ഇവിടുന്ന് കുറച്ച് ബ്ലോക്ക് ഇട്ടിട്ട് അടുത്ത വില്ല. നല്ല മഴയാണ്. ഈ പില്ലറിന് ലേട്ടൊക്കെ വെച്ചു നമുക്ക് കുറച്ച് റിസോഴ്സൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. കുറച്ച് അയൺ കൂടി എടുക്കണം. ഫസ്റ്റത്തെ ആ ലേഔട്ട് മാത്രമേ വെച്ചിട്ടുള്ളൂ. 2 സ്പ്രൂസൊക്കെ നല്ലോണം ആവശ്യമുണ്ട് കേട്ടോ ഇതിന്. ഈ ബിൽഡിന് എല്ലാം വേണം, സ്പ്രൂസ് മാത്രമല്ല. ഞാൻ അതിനടുത്ത് കയ്യിൽ വെച്ചാൽ എൻ്റെ ഇൻവെർട്ടർ കണ്ടില്ല, നിറച്ച് ഇതിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ മാത്രമേ എൻ്റെ കയ്യിലുള്ളൂ. കുറച്ച് കഴിഞ്ഞിട്ട് അവിടെ ഒന്ന് AFK നിൽക്കാനൊന്നുമില്ല. ചെസ്റ്റിൽ വേറെ ഉണ്ട്, നമ്മൾ അന്ന് മൈൻഡ് ചെയ്തിരുന്നുണ്ട്. അവിടെ കുറച്ചിങ്ങനെ ലേഔട്ട് ഇട്ടു, അത് മാത്രമേ ചെയ്തിട്ടുള്ളൂ. ഈ ലേഔട്ട് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവണല്ലേ എത്ര വലിപ്പം ഉണ്ടാവുമെന്ന്. അവിടെ ചെസ്റ്റ് ഇതൊക്കെ നോക്കട്ടെ കേട്ടോ. അവിടേക്ക് വെക്കാം നല്ലത്.
സാധനങ്ങളൊക്കെ കയ്യിലുള്ളതൊക്കെ അവിടേക്ക് എടുത്താകട്ടെ. ഞാൻ എപ്പോഴും ഇങ്ങനെ തന്നെ എന്തെങ്കിലും ബിൽഡ് ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ അടുത്തൊരു ഡബിൾ ചെസ്റ്റ് കൊടുക്കും. എന്നിട്ട് നമുക്ക് ബിൽഡിന് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ ആ ചെസ്റ്റിൽ ഇങ്ങനെ വെക്കും. പണി കഴിഞ്ഞിട്ട് എന്നിട്ട് ആ ചെസ്റ്റ് സാധനങ്ങളൊക്കെ മാറ്റുള്ളൂ. ലേഔട്ട് ഒന്ന് കംപ്ലീറ്റ് ചെയ്യട്ടെ കേട്ടോ. നേരത്തെ സ്പ്രൂസ് തീർന്നു പോയി. ഈ രണ്ട് ബ്ലോക്ക് ഗ്യാപ്പ് ഇടുന്നത് എന്താണെന്നറിയോ? ആ 2 ബ്ലോക്കും വില്ലേജർക്ക് നിൽക്കാനുള്ള ഏരിയയാണ്. എന്തൊക്കെ പ്രശ്നം ഉണ്ടല്ലോ. പില്ലേഴ്സ് വെച്ച് തീരാറായി. കുറച്ചുണ്ട്, ഇതും കൂടിയല്ലോ. ഇനി ഇതൊക്കെ തമ്മിൽ കണക്ട് ചെയ്യാൻ ഇതിൻ്റെ ഇടയിൽ നോക്കി താഴെ പ്ലാറ്റ്ഫോം റെഡിയാക്കണം. പ്ലാറ്റ്ഫോം ഞാനൊരു ചെക്കായിട്ടുള്ള രീതിക്കാണ് നോക്കുന്നത്. ഈ ഡീപ്പ് സ്ലൈറ്റിൻ്റെ ബ്രിക്കിൻ്റെ സ്ലാബ് കൊടുക്കുക. സ്റ്റോൺ ബ്രിക്കിൻ്റെ സ്ലാബ് കൊടുത്തിട്ട് ചെക്ക് പോലെ രീതിക്ക്. നിങ്ങൾക്ക് ലാസ്റ്റ് മനസ്സിലാവും. കാണിച്ചു തരാം, വെയിറ്റ്. കുറച്ച് കോബിൾ സ്റ്റോൺ, കുറച്ച് ബ്രിക്ക് കൊടുക്കട്ടെ. ബ്രിക്കല്ല, ഡീപ്പ് സ്ലൈറ്റ് പറഞ്ഞ മാറിപ്പോയി. ഗ്രൈൻഡ് സ്റ്റോണിൽ ഇട്ടാൽ കോബിൾ സ്റ്റോൺ ബ്രിക്ക് ആക്കാൻ പറ്റുള്ളൂ കേട്ടോ. അത് പുതിയ അപ്ഡേറ്റിൽ കൊണ്ടുവന്നതാണ്. നല്ല മാറ്റമാണത്. അല്ലെങ്കിൽ നമ്മൾ സ്മെൽറ്റ് ചെയ്തിട്ട്, ഞാൻ അതൊക്കെ നേരത്തെ പറഞ്ഞിട്ടുള്ളതല്ലേ. നേരത്തെ എപ്പിസോഡിലൊക്കെ ഈ കാര്യം പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഈ ക്രാഫ്റ്റിംഗ് ടേബിളിലിട്ട് നമ്മൾ ഉണ്ടാക്കണേക്കാട്ടും എത്രയോ സ്പീഡ് കൂടുതലാണ് ഈ ഗ്രൈൻഡ് സ്റ്റോണിലിട്ട് കട്ട് ചെയ്യുന്നത്. അതേപോലെ വുഡ് ഇതാക്കാനും ഒരു ടേബിൾ കൊണ്ടുവരണം അല്ലേ. അത് നല്ലൊരു അപ്ഡേറ്റ് ആയിരിക്കും. എന്നാൽ ഇവിടെ അങ്ങനെ വെക്കാം. വേണ്ട, അങ്ങനെ അത് മിസ്പ്ലേസ് ആയി കേട്ടോ. ഒരു സ്റ്റോണ് ഡീപ്പ് സ്ലൈറ്റ്, സ്റ്റോണ് ഡീപ്പ് സ്ലൈറ്റ്, അങ്ങനെ തന്നെ. മനസ്സിലായോ? ഇത് കംപ്ലീറ്റ് ചെയ്തിട്ട് കാണാം കേട്ടോ ഫ്രണ്ട്സ്. ഇതും കൂടിയേ വെക്കാറുള്ളൂ, കുറച്ച് കാലം കൂടി വെക്കാറുള്ളൂ. കഴിഞ്ഞിട്ടുണ്ട്. സംഭവം രസമല്ലേ? ഒരു ഇല്യൂഷൻ പോലെയൊക്കെ തോന്നും ചില ആംഗിൾ നമുക്ക് നോക്കുമ്പോൾ. അത് ആ പാറ്റേൺ ഇതൊക്കെ എടുത്തോട്ടെ. ഇനി ആ സൈഡിൽ കൂടെ നമുക്കില്ലേ സെറ്റ് ചെയ്യണം. ഫുൾ ബ്ലോക്ക് വെക്കണം സൈഡിൽ കൂടെ. ഡീപ്പ് സ്ലൈറ്റ് ബ്രിക്ക് കേട്ടോ. സ്റ്റോൺ ബ്രിക്കും ഡീപ്പ് സ്ലൈറ്റ് ബ്രിക്കും വേണം. ഇതേപോലത്തെ ഒരു പാറ്റേൺ തന്നെ എന്നുവെച്ചാൽ ഈ സൈഡ് എൻഡിക്ക് വരുമ്പോൾ സെയിം ആയിരിക്കും. സ്റ്റോൺ ആണെങ്കിൽ സ്റ്റോൺ ബ്രിക്കിൻ്റെ ഹാഫ് സ്ലാബ് അണിച്ചാൽ അതേപോലെ തന്നെ സ്റ്റോൺ ബ്രിക്ക് വെക്കുക. അങ്ങനെ ഒരു പാറ്റേണിൽ രസമുണ്ടാവും തോന്നുന്നു. ട്രൈ ചെയ്ത് നോക്കാം. ഉണ്ടാക്കട്ടെ കേട്ടോ. നോക്കാം. ബ്രിക്കും കാര്യങ്ങളും സെറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്കത് റെഡി ആക്കട്ടെ. ഈ ഫസ്റ്റത്തെ ബ്ലോക്കിലില്ല, അതിൻ്റെ താഴെ നമുക്ക്
സ്ലാബ് വെക്കാം അല്ലേ? അപ്പോൾ ഫുൾ ബ്ലോക്ക് ആവുമല്ലോ. ഈ സൈഡിലിങ്ങനെ ഫ്രണ്ട് സ്റ്റോൺ വെക്കുക അവിടെ. എന്നിട്ട് സ്റ്റോൺ ബ്രിക്ക് വരുന്നിടത്ത് സ്റ്റോൺ ബ്രിക്കിൻ്റെ സ്ലാബ് വരുന്നിടത്ത് ഫുൾ സ്റ്റോൺ ബ്രിക്ക്. ഫ്രണ്ട്സ് നമ്മളത് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി സൈഡിലും വാൾസും കാര്യങ്ങളൊക്കെ റെഡിയാക്കണം. അത് നല്ല പണിയാണ് കേട്ടോ. ഇത് മൊത്തം ഓക്കിൻ്റെയും ചെറിയ പ്ലസത്തിൻ്റെയും പാറ്റേണിൽ നമുക്ക് ഫ്രണ്ട്സ് നമ്മളതൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. മുകളിൽ കുറച്ച് സ്റ്റേഴ്സും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. സ്റ്റേഴ്സ് ഈ ക്രീപ്പറിനൊന്നും കൊല്ലട്ടെ കേട്ടോ. അവിടെ വെച്ചാൽ പൂട്ടീൻ്റെ അവിടെ നിന്ന് പൊട്ടിത്തെറിക്കുക. പൊട്ടരുത്, പൊട്ടി ചേറ്റ. പഴയ പാറ്റേണിൽ തന്നെ നമുക്ക് സെറ്റ് ചെയ്യാം. സ്റ്റോണില്ല നോക്കട്ടെ. കോബിൾ സ്റ്റോൺ എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ചെസ്റ്റിലും ഇല്ലേ ഒരു കാഞ്ചി. ഇവിടെ എവിടെയോ ഒരു കേവ് ഉണ്ട്. അതിൽ നിന്നൊരു കോബിൾ സ്റ്റോൺ മൈൻ ചെയ്തെടുക്കാം. ഒരെണ്ണം മതിയല്ലോ നമുക്ക്. ആ 2 സ്ലാബ് കിട്ടിയാൽ പോരെ. ഇവിടെ എവിടെയോ ഒരു കേവ് ഉണ്ട്, നോക്കിയോട്ടെ. അതാ കേവ്. അതിൻ്റെ ഉള്ളിൽ കയറുക. ഇവിടുന്ന് ഒരു കോബിൾ സ്റ്റോൺ എടുക്കുക. എന്നിട്ട് ഇനി നമുക്ക് മറ്റേ സ്റ്റോൺ കട്ടറിന്ന് അവസാനം സ്റ്റോൺ ബ്രിക്കിൻ്റെ സ്ലാബ് ആക്കുക. ഞാൻ വെക്കട്ടെ. ഇനി ഇവിടെ ലൈറ്റപ്പും കാര്യങ്ങളൊക്കെ ചെയ്യട്ടെ കേട്ടോ. എന്നിട്ട് കാണാം. ലൈറ്റപ്പൊക്കെ ഏകദേശം കഴിഞ്ഞു. അല്ലെങ്കിൽ അവിടെ സോംബിയും ക്രീപ്പറൊക്കെ സ്പോണാവും. ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ ബൈ.